രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒപ്പമെത്തിയാണ് പത്രിക നൽകിയത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിക്ക് ഒപ്പമുണ്ടായിരുന്നു. രാഹുൽ അമേഠിയിൽ നിന്ന് ഭയന്നോടിയെന്ന് നരേന്ദ്രമോദി പരിഹസിച്ചു. मैंने पहले ही बता दिया था कि शाहजादे वायनाड में हारने वाले हैं और हार के डर से जैसे ही वायनाड में मतदान समाप्त होगा वो दूसरी सीट खोजने लग जाएंगे। दूसरी सीट पर भी उनके सारे चेले चपाटे कह रहे थे अमेठी आएंगे अमेठी आएंगे, लेकिन अमेठी से भी इतना इतने डर गए, वहां से भागकर अब रायबरेली में खोज रहे हैं रास्ता। ये लोग गुम गुम कर सबको कहते हैं डरो मत। मैं भी आज उन्हें कहता हूं और बड़े जी भर के कहता हूं, अरे डरो मत, भागो मत। രണ്ടിടത്തും ജയിച്ചാൽ ഏത് മണ്ഡലം നിലനിർത്തും എന്ന് ഉചിതമായ സമയത്ത് തീരുമാനിക്കുമെന്നായിരുന്നു AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണം. ആ തീരുമാനം പിന്നെ ഞങ്ങൾ പാർട്ടിയുടെ ലീഡർഷിപ്പ് നേരത്തെ ചർച്ച ചെയ്തതാണ്. അമേഠി റായ്ബറേലി സീറ്റുകൾ, ആ സീറ്റുകളുടെ തീരുമാനമെടുക്കാൻ കോൺഗ്രസ് അധ്യക്ഷനെ ചുമതലപ്പെടുത്തിയിരുന്നു. കോൺഗ്രസ് പാർട്ടി സീനിയർ നേതാക്കന്മാർ ആലോചിച്ച് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കണമെന്ന് തീരുമാനിക്കുകയായിരുന്നു. അത് അദ്ദേഹം അനുസരിച്ചു. പാർട്ടി പറഞ്ഞ കാര്യം അദ്ദേഹം അനുസരിക്കുക. കേരളത്തിൽ ചോദ്യം ഉയർന്നാലൊരു പ്രശ്നവും ഞങ്ങൾക്കില്ല. അങ്ങനെ പോകുന്ന ഒരു ചോദ്യത്തിനൊന്നൊരു ഇത് രാജ്യം പിടിക്കാൻ വേണ്ടിയുള്ള ഇലക്ഷനാണ്. അതിൻ്റെ വേവലാതി എല്ലാവർക്കും ഉണ്ടാവും. ഞങ്ങൾ യു പിയിലടക്കം കോൺഗ്രസ് പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ വരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ പോരാട്ടത്തിലാണ്. ഞങ്ങൾക്ക് രണ്ടും വയനാടും അമേഠിയും റായ്ബറേലിയും ഒക്കെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ്. അതിലൊക്കെ യുക്തമായ തീരുമാനം യഥാസമയത്ത് പാർട്ടി എടുക്കും, ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ. ബൽറാം നെടുങ്ങാടി ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങൾ നൽകാൻ. ഇപ്പോൾ രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിൻ്റെ റായ്ബറേലിയിൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. നമുക്ക് ബൽറാം നെടുങ്ങാടിയിലേക്ക് പോകാം വിവരങ്ങളുമായി. ബൽറാം, ഇതിപ്പോൾ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കാൻ വരുന്നതിനെ പരിഹസിക്കുന്ന നരേന്ദ്രമോദിയുടെ പരാമർശങ്ങൾ, പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. അതിനുള്ള KC വേണുഗോപാലിൻ്റെ മറുപടിയും കണ്ടു. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരരംഗത്ത് വരുമ്പോൾ കോൺഗ്രസ് എത്രത്തോളം പ്രതീക്ഷയിലാണ് ഈ മത്സരത്തെ കാണുന്നത്? BJPയുടെ കൗണ്ടർ സ്ട്രാറ്റജികൾ എന്താണ്? ഗോപികൃഷ്ണൻ, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഉത്തർപ്രദേശ് കോൺഗ്രസ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇത്തവണ ഉത്തർപ്രദേശിലെ സീറ്റുകളിൽ മത്സരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അജയ് റായ് തന്നെയാണ് ഈ ആവശ്യം ഹൈക്കമാൻഡിനോട് പലതവണ ആവർത്തിച്ച് അഭ്യർത്ഥിച്ചത്. അമേഠി റായ്ബറേലി സീറ്റുകളിൽ ഇരുവരും മത്സരിക്കണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ പ്രിയങ്ക ഈ ആവശ്യം അംഗീകരിച്ചില്ല. അതിന് കാരണമായി ചൂണ്ടിക്കാണിച്ചത് നിലവിൽ തന്നെ കുടുംബവാഴ്ച എന്ന ആരോപണം പ്രധാനമന്ത്രി അടക്കമുള്ള BJP നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. പ്രിയങ്ക കൂടി മത്സരരംഗത്തുണ്ടെങ്കിൽ അതിന് സാധുത നൽകുന്ന തരത്തിലുള്ളതാകും. അതുകൊണ്ട് മത്സരത്തിൽ നിന്ന് മാറി നിന്ന് പ്രചരണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാമെന്നായിരുന്നു പ്രിയങ്ക നിലപാടെടുത്തത്. അതിൽ ഉറച്ചു നിന്നു. എന്നാൽ രാഹുൽ ഗാന്ധി നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങുകയായിരുന്നു. അദ്ദേഹത്തിന് ആശയക്കുഴപ്പം ഇക്കാര്യത്തിൽ ഉണ്ടായത് രണ്ടിടങ്ങളിലും വിജയിച്ചാൽ ഏത് മണ്ഡലം നിലനിർത്തും എന്ന കാര്യത്തിലാണ്. വയനാടുമായി വൈകാരിക ബന്ധമുണ്ട്. പ്രതിസന്ധി ഘട്ടത്തിൽ തന്നോടൊപ്പം നിന്ന ജനതയാണ് വയനാട്ടിലേത് എന്നാണ് രാഹുൽ നിലപാടെടുത്തത്. ഒപ്പം തന്നെ രാഹുൽ വയനാടിന് പുറമെ അമേഠിയിലോ റായ്ബറേലിയിലോ മത്സരിച്ച് അവിടെ നിന്ന് ജയിച്ചാൽ പിന്നീട് വയനാട് ഉപേക്ഷിക്കുകയാണെങ്കിൽ 2026 അത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകുമെന്ന് കേരളത്തിലെ ചില നേതാക്കൾ അദ്ദേഹത്തെ അറിയിച്ചതും അദ്ദേഹത്തെ ആശയക്കുഴപ്പത്തിലാക്കി. തുടർന്ന് റായ്ബറേലി ആണെങ്കിൽ അത് വൈകാരികമായ ബന്ധം ജനങ്ങൾക്ക് മുന്നിൽ, അണികൾക്ക് മുന്നിൽ വിശദീകരിക്കാൻ കഴിയും എന്നും ഇന്ദിരാഗാന്ധി, സോണിയാഗാന്ധി, രാജീവ് ഗാന്ധി അടക്കമുള്ളവർ മത്സരിച്ച മണ്ഡലമാണ് എന്ന കാരണമുണ്ട് എന്നും ഹൈക്കമാൻഡ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. ഒപ്പം തന്നെ പ്രിയങ്കയും രാഹുലും മത്സരരംഗത്ത് വേണം എന്ന ഒരു നിർബന്ധം പിടിച്ച പാർട്ടി ഇന്ത്യ സഖ്യത്തിലെ സഖ്യകക്ഷിയായ സമാജ്വാദി പാർട്ടിയാണ്. ഇത് പാർട്ടിക്ക് വലിയ ഊർജം നൽകും ഇന്ത്യ സഖ്യത്തിനും എന്ന് നേതാക്കൾ അറിയിച്ചിരുന്നു. എന്തായാലും ഇന്ന് BJP നേതാക്കൾ കടുത്ത വിമർശനങ്ങളും പരിഹാസവും ഉന്നയിക്കുമ്പോഴും വലിയ ആൾക്കൂട്ടം രാഹുലിനൊപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ഈ റോഡ് ഷോയിൽ പങ്കെടുത്തു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണ്. അത് സംസ്ഥാനത്ത് ഉത്തർപ്രദേശിലെ 80 മണ്ഡലങ്ങളിൽ മാത്രമല്ല, ഹിന്ദി ഹൃദയഭൂമിയിൽ മുഴുവൻ അത് ഗുണം ചെയ്യും എന്ന കണക്കുകൂട്ടൽ കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ അമേഠിയിലെ മത്സരിക്കാൻ കിഷോർലാൽ ശർമ്മയെ നിയോഗിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ റാലിയിലും
നൂറുകണക്കിന് പേർ പങ്കെടുത്തു. ഗാന്ധി കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിൽ നിന്ന് ആരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായില്ല എങ്കിൽ പോലും വലിയ തോതിൽ പ്രവർത്തകരുടെ സാന്നിധ്യം ആ റോഡ് ഷോയിലും ഉണ്ടായിരുന്നു എന്നുള്ളതും കോൺഗ്രസിന്റെ ഈ ആത്മവിശ്വാസത്തിന് ബലം നൽകുന്നതാണ്. അതേസമയം രാഹുൽ അമേഠി ഉപേക്ഷിച്ച് റായ്ബറേലിയിൽ സുരക്ഷിത മണ്ഡലം തേടി റായ്ബറേലിയിൽ എത്തി എന്നുള്ളത് പ്രചരണമാക്കാനാണ് BJPയുടെ നീക്കം. എന്നാൽ മത്സരരംഗത്ത് ഹിന്ദി ഹൃദയ ഭൂമിയിലും ഒളിച്ചോടുന്നില്ല, മത്സരിക്കാനായി രാഹുൽ ഇറങ്ങിയിരിക്കുന്നു എന്ന സന്ദേശം നൽകാൻ കഴിയുമെന്നും അതിലൂടെ മറ്റ് ഈ വരാനിരിക്കുന്ന 3ാം ഘട്ടം മുതലുള്ള മത്സരങ്ങളിൽ എല്ലാം ശക്തമായ സാന്നിധ്യമായി കോൺഗ്രസ് ഈ ഹിന്ദി ഹൃദയ ഭൂമിയിൽ ഉണ്ടാകുമെന്ന സന്ദേശം നൽകാമെന്നാണ് കോൺഗ്രസ് കണക്കാക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ രാഹുൽ ഗാന്ധി വയനാട്ടുകാരെ കബളിപ്പിച്ചെന്ന് BJP സംസ്ഥാന അധ്യക്ഷനും NDA സ്ഥാനാർത്ഥിയുമായ K. സുരേന്ദ്രനും വിമർശിച്ചു. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം, സ്ഥിരമായി അദ്ദേഹം ചെയ്യുന്ന ഇരട്ടത്താപ്പ് രാഷ്ട്രീയം, ജനങ്ങളെ പറ്റിക്കുന്ന രാഷ്ട്രീയം, അത് അദ്ദേഹം എവിടെയും ആവർത്തിച്ചു. വയനാട്ടിലെ പോളിംഗ് കഴിയുന്നത് വരെ രാഹുൽ ഗാന്ധി വടക്കേ ഇന്ത്യയിൽ നിന്ന് മത്സരിക്കുന്ന കാര്യം ജനങ്ങളിൽ നിന്നും മറച്ചുവെച്ചു. തുടർച്ചയായി രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം അമേഠിയിലായിരുന്നു മത്സരിച്ചതെങ്കിൽ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചു പിടിക്കാനുള്ള രാഷ്ട്രീയ ദൗത്യം എന്ന് വിശേഷിപ്പിക്കാമായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഇരട്ടത്താപ്പും വഞ്ചനയും ഇത്തവണത്തെ വയനാട്ടിലെ പോളിംഗിൽ ശക്തമായി പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവസാനം വയനാടും റായ്ബറേലിയും കൈവിടുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ ജയിച്ചാൽ വയനാട്ടുകാർ അത് ആഘോഷമാക്കുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. രാഹുൽ മത്സരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ സാധ്യത കൂട്ടും. ഇടതുപക്ഷം ഇതിനെ അനുകൂലിക്കുകയാണ് വേണ്ടതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ബൈ ഇലക്ഷൻ വന്നാൽ രാഹുൽ ഗാന്ധി അവിടെ ജയിച്ചതിന്റെ സന്തോഷത്തിൽ കുറച്ചും കൂടി ഭൂരിപക്ഷം കൊടുക്കും. അത്രേ ഉണ്ടാവും. അവിടെ ജയിച്ചതിന്റെ ആഘോഷമാക്കി മാറ്റും വോട്ടർമാർ. റായ്ബറേലിൽ രാഹുൽ ഗാന്ധി ജയിച്ചതിന്റെ ആഘോഷമാക്കി മാറ്റും. പിന്നെ വയനാട്ടിലെ ഇലക്ഷൻ അത്രേ ഉണ്ടാവുള്ളൂ. ഇന്ത്യ മുന്നണിയുടെ സാധ്യത വർദ്ധിപ്പിക്കലാണ് അതിനെ ഇടതുപക്ഷം സ്വാഗതം ചെയ്യാണ് വേണ്ടത്.